യുവജനങ്ങൾ ഇന്ത്യയുടെ നട്ടെല്ലാണ്. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു യുവജനമാണോ താങ്കൾ? എങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഒരുക്കുന്ന ഈ പ്രത്യേക പ്രോഗ്രാം നിങ്ങൾക്കായിട്ട് ഉള്ളതാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ യുവജനത്തിനും 13 സ്വർണ്ണ താക്കോലുകൾ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഹോപ്പ് TV നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങളേവരും മറക്കാതെ കാണുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ ഇടയിലേക്ക് കടന്നു വരുവൻ എന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിജയിക്കുവാൻ ആഗ്രഹമില്ലാത്ത ഒരു യുവജനവും ലോകത്തില്ല. പ്രത്യേകിച്ചും ഇന്ത്യ യുവജനങ്ങളാൽ സമ്പന്നമാണ്. ഇന്ത്യയുടെ നട്ടെല്ലാണ് ഇന്ന് യുവജനങ്ങൾ. യുവജനങ്ങളിൽ ഓരോരുത്തരും വിജയത്തിനു വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ വരും നാളുകളിൽ വലിയ ഉന്നതിയിലേക്ക് കടക്കുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഈ സ്റ്റുഡിയോയിൽ വിജയിക്കുവാനായി യുവജനങ്ങൾക്ക് ആവശ്യമായ 13 സ്വർണ്ണ താക്കോലുകളെ കുറിച്ച് നാം സംസാരിക്കുവാൻ കടന്നു പോവുകയാണ്. 13 പ്രധാനപ്പെട്ട സുവർണ താക്കോലുകൾ. ഇന്ന് അതിലേറ്റവും പ്രധാനമായ ഒബീഡിയൻസ്, അനുസരണം എന്ന താക്കോലിനെ കുറിച്ച് നാം ചിന്തിക്കുവാനും പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും കടന്നു പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ അനുരാധ സുനിൽ, ഒറ്റപ്പാലത്ത് 7th ഡേ ആശുപത്രിയിൽ ഒരു കൺസൾട്ടന്റായി സേവനം ചെയ്യുകയാണ്. ആ പ്രിയ വ്യക്തിയെ ഈ സ്റ്റുഡിയോയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഏകദേശം കഴിഞ്ഞ 26 വർഷമായി ഒരു ഡെന്റൽ സർജനായിട്ട് സേവനം ചെയ്യുന്നു. പട്ടാമ്പിയിൽ റോയൽ ഡെന്റൽ കോളേജിൽ പ്രിൻസിപ്പളായും സേവനം ചെയ്യുന്നു. കഴിഞ്ഞ എത്ര വർഷമായിട്ടാണ് ഈ പ്രിൻസിപ്പളായിട്ടുള്ള സേവനം ആരംഭിച്ചത്? ഒരു 4 years ആയി, 4 വർഷമായി. അതിൻ്റെ മുമ്പ് ഐ വാസ് പ്രൊഫസറായിട്ട് ലെക്ചററായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 26 വർഷം ഡെന്റൽ സർജനായിട്ട് സേവനം ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് പട്ടാമ്പിയിലുള്ളതായ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് നാം ഈ സ്റ്റുഡിയോയിൽ ഒരുമിച്ച് ആശയം പങ്കുവയ്ക്കുവാൻ പോകുന്നത് യുവജനങ്ങൾ, വിജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന യുവജനങ്ങൾ ഇന്നില്ല ധാരാളമുണ്ട്. പരാജയപ്പെടുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വിജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ യുവജനങ്ങൾ വിജയിക്കുവാനായിട്ട് ഒരു 13 താക്കോലുകളെ കുറിച്ച് ഞാൻ വായിച്ചു കേൾക്കുകയുണ്ടായി. ഈ 13 താക്കോലുകളിൽ ഏറ്റവും ഒന്നാമതായിട്ട് ഞാൻ കണ്ടത് ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അനുസരണം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഡോക്ടർ അനുരാധ സുനിൽ കണക്കാക്കുന്നത്? ഒബീഡിയൻസ് പറഞ്ഞ ലിസണിങ് ആൻഡ് ഫോളോയിങ് വാട്ട് യു ഹാവ് ബീൻ ടോൾഡ് ടു ഡു ഓർ വാട്ട് യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു. അത് ഒബീഡിയൻസ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഐ വിൽ ടെൽ യു വൺ തിങ്, ഡിസൊബീഡിയൻസ് ഇസ് ദ കീ ടു ഫെയിലിയർ ആൻഡ് ഡിസ്ട്രക്ഷൻ. അതായത് ഒരു യുവാവായി ഞാൻ ഈ ലോകത്ത് വിജയിക്കണമെങ്കിൽ, ഏത് ഫീൽഡിലായാലും ഞാൻ ഈ ലോകത്ത് വിജയിക്കണമെങ്കിൽ അനുസരണം എന്നതായ ആ ശക്തി എനിക്കുണ്ടായിരിക്കണം. ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അനുസരിക്കേണ്ടത്? ഐ വോണ്ട് ഫ്രീഡം, ഐ ഡോണ്ട് വാണ്ട് ടു ഒബേ എനിബഡി എൽസ്. അത് കറക്റ്റാണ്. നിങ്ങൾക്ക് ഫ്രീഡം വേണം. പക്ഷേ അപ്പോൾ ഫ്രീഡം, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ റോഡ് മേലെ പോകുന്നുണ്ട്. റോഡ് മേലെ പോയാൽ എനിക്ക് ഫ്രീഡം ഉണ്ട്. ഞാൻ മിഡിൽ ഓഫ് ദ റോഡിൽ നടക്കാം, സൈഡ് ഓഫ് ദ റോഡിൽ നടക്കാം. എനിക്ക് എവിടെ പോവാണോ എനിക്ക് ഫ്രീഡം ഉണ്ട് നടക്കാൻ. പക്ഷെ ഞാൻ നടന്നാൽ എന്താവും? ട്രാഫിക് വരുന്നുണ്ട്, സൈഡ് റോഡിൽ നിന്ന് ആൾ വരുന്നുണ്ട്, ബൈക്സ് വരുന്നുണ്ട്, ലോറീസ്, ബസ്സസ്, കാർസ് ഫുൾ സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രീഡമിൽ ഞാൻ നടക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയാ തീർച്ചയായിട്ടും അനുസരണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ എങ്കിലും ഈ 13 സുവർണ താക്കോലെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അനുസരണം being the top? Why it is the number one? The reason that you and I are sitting here after so many years talking about obedience is because people have not obeyed. That is why we have come here. The first example of disobedience is, you can see from the Garden of Eden. Okay. God created man and woman in his own image. And he gave them everything, full freedom. He even gave them the freedom to disobey, you see. They chose to disobey. As long as they obeyed, they were beautifully happy. Everything was going well with them.
And So it they was the enjoyed. plan of God Yeah. that they should obey. Of course. That is, he told them, he gave them the whole garden, he gave them everything. He said, do what you like, enjoy yourselves. The whole of creation was there for them to enjoy. And it could have continued forever, you know. But because of that one choice that they made, which is a fatal choice that they made to disobey. അപ്പൊ That ശരിക്കും led to their failure in the Garden of Eden. And they had to leave the Garden of Eden because of that one. ഓക്കെ, അപ്പൊ ശരിക്കും ഇന്ന് ഒരു പരിധിവരെ പല യുവജനങ്ങളും പരാജയപ്പെടുന്നതിന്റെ കാരണം അവർ അനുസരിക്കാത്തത് കൊണ്ടാണ് എന്നാണോ പറയുന്നത്? യെസ്, മെയിൻ കോസ് അതാണ്. മെയിൻ കോസാണ്. സിമ്പിൾ തിങ്, ഞാനൊരു അധ്യാപകനാണ്, ഞാൻ പഠിപ്പിക്കും. As a principal, as a teacher, I take lectures, I take classes for students also. And I always notice that the students who listen to the teachers and follow the teachers' directions, okay, ഈ homework ഉണ്ട്, ഈ assignment ചെയ്തോളൂ, ഈ ഇങ്ങനെ പഠിക്കാനും വരാ, ഈ ടെസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ എഴുതണം, ആ സ്റ്റുഡൻസ് ഒക്കെ ഈ റൂൾസ് അല്ലെങ്കിൽ ഈ കൗൺസിൽ ടീച്ചർ ഗിവ്സ് ഫോളോ ചെയ്താൽ അവർക്ക് നന്നായിട്ട് സക്സസ് വരും എക്സാമിനേഷൻസിൽ. അവർ കേട്ടാത് അങ്ങനെ പോയാൽ അവരിഷ്ടമായിട്ട് പ്രവർത്തിക്കുക, അവർക്ക് മാർക്ക് കിട്ടിയില്ല, അവർ ഫെയിലിയേഴ്സാണ്. വെരി ക്ലിയർ, ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ആൻഡ് ക്ലിയർ ദിസ് തിങ്. സോ ശരിക്കും ഞാൻ ഫസ്റ്റ് ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഞാൻ പറയും, നോക്ക് സ്റ്റുഡൻസ്, you don't have to do anything much, just listen to what your teachers tell you to do. ശരിക്കും they should follow a principles in life. Exactly. അവരൊരു ഗൈഡ് ലൈൻസ് they should follow. Yes. അങ്ങനെ അവര് ശരിക്കും ഇപ്പോൾ എന്നെ പോലുള്ള ചെറുപ്പക്കാര്, ഇപ്പോൾ ധാരാളം പേര് ഇന്ത്യയുടെ നട്ടെല്ലിൽ നിന്ന് ചെറുപ്പക്കാരാണ്. ശരിക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന ചെറുപ്പക്കാരാണ്, യുവജനങ്ങളാണ്. അതുപോലെ ഇന്ത്യയിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിലും ചെറുപ്പക്കാരാണ് അതിനൊക്കെ മുൻകൈയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഭാവി എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. അപ്പോൾ ഓരോ യുവജനവും ഇന്ന് വിജയിക്കുവാനുള്ളതായ ഒരു തീക്ഷ്ണത അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ അവർക്ക് ഇന്ത്യയെ വലിയൊരു ഹൈറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഒബീഡിയൻസ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ വേദപുസ്തകം പരിശോധിക്കുമ്പോഴും ഒന്നുമില്ലായ്മയിൽ നിന്നും പലരും തുടങ്ങി, പക്ഷേ അവർ അനുസരണം കൊണ്ട് മാത്രം വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്ന നിരവധി പേരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അവരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്നുള്ളതായ ഈ യുവജനങ്ങളോട് ബൈബിളിലെ ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? ആദ്യത്തെ വ്യക്തിയെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി മനസ്സിലേക്ക് വന്നത് എബ്രഹാം. ആഫ്റ്റർ എബ്രഹാം ഐ തിങ്ക് ഓഫ് ജോസഫ്. Then I can remember, I can think of Daniel. Abraham, Daniel, Joseph. And in the New Testament, I think of Mary, mother of Jesus. She just said, let it be unto me as you have said. Okay. Of course, if she had said no and she had protested and all, God would have found some other way. നമുക്ക് ഈ പ്രിയപ്പെട്ടവർ ഈ ബൈബിളിൽ ഇപ്പോൾ പറഞ്ഞ ഈ വ്യക്തികൾ എങ്ങനെയാണ് അനുസരണത്തിലൂടെ വിജയത്തിലേക്ക് കടന്നത് നമുക്ക് ഉടനെ ചിന്തിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ചയിലേക്ക് വീണ്ടും മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അനുസരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയത്തിന്റെ താക്കോലാണ്. 3 പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് നാം പറയുകയുണ്ടായി. ഏബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ അനുസരണത്തെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്? ഏബ്രഹാം എല്ലാ കാര്യങ്ങളിലും അനുസരിച്ചുള്ളൂ. He used to look to God for everything. In fact, I think God used to talk to him on a man-to-man level. Not just like God, you know, he was like conversing with him man-to-man as though he was a friend or something like that, communing with him. And I think for everything, Abraham got instructions from God. And he was blessed so much. God told him, get up and go. He just got up and went. It's not easy. നമുക്ക് ഈ വീട്ടിൽ ആ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവാൻ എത്ര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ആലോചിക്കും ഈ മോഡേൺ ടൈംസിൽ. ആ സമയം എന്താ, എബ്രഹാംക്ക് കാറ്റലുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, അവർ ഭാര്യങ്ങളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, ഇത്തിരി സമ്പത്തി ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലം വിട്ടിട്ട്
പിന്നെ വേറെ സ്ഥലം പോവാണ്, എത്ര ബുദ്ധിമുട്ടാണ്. അതായത് ശരിക്കും അബ്രഹാം ദൈവം പറയുവാൻ ആവശ്യപ്പെട്ട കാര്യം ചെയ്തതുകൊണ്ട് മാത്രം അനുഗ്രഹിക്കപ്പെട്ടു. ഐ തിങ്ക് സോ, യെസ്. അപ്പൊ അതുപോലെ ജോസഫിനെ കുറിച്ച് ജോസഫും അങ്ങനെയില്ലേ. ജോസഫ് എന്താ, ഹി വാസ് ഒബീഡിയൻ ടു എ ഹീദൻ കിങ്. ഫെറോ പറഞ്ഞ എന്താണ്, ഹി വാസ് നോട്ട് എൻ ഇസ്രലൈറ്റ്, ഹി വാസ് ഈജിപ്ഷ്യൻ. എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ വ്യക്തിന് അവർ ഒബീഡിയൻറ്റ്, ഹി വാസ് ഒബീഡിയൻറ്റ് ആൻഡ് he was raised up to the level of the prime minister. So you imagine a heathen ruler having a God-fearing and a child of God as his prime minister to rule his country. See, നാം ജോസഫിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ എല്ലാം അവൻ എഗൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത് കാണുന്നത്. ശരിക്കും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഒരു യുവാവിനെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവങ്ങളിലൊക്കെയും എല്ലാം ഗോയിങ് അഗെയിൻസ്റ്റ് ഹിസ് ഓൺ ലൈഫ്. ഹിസ് ബ്രദേഴ്സ് ആർ ലീവിങ് ഹിം ഓൾ അലോൺ. അവരവനെ വിറ്റുകളയുന്നു. അവിടെ ഒക്കെ മാത്രമല്ല, പിന്നീട് പോത്തിഫറിന്റെ വീട്ടിലും വിശ്വസ്തനായി ജീവിച്ചുവെങ്കിലും പോത്തിഫറിന്റെ ഭാര്യയാൽ ചതിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്നു. ഇത് സമയത്തൊന്നും എനിക്ക് ദൈവത്തെ വേണ്ട, കാരണം ഞാൻ അനുസരിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല, ഞാൻ ഇത്രത്തോളം അനുസരിച്ചിട്ടും എനിക്ക് വീണ്ടും ഫലം ജയിലിലാണ് എന്നുള്ള ചിന്ത ജോസഫിനുണ്ടായില്ലേ? എന്നിട്ടും അവൻ അനുസരിച്ചോ? ഇന്ന് ശരിക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ളവരോട് അനുസരണമുള്ളവനായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും പലപ്പോഴും അത് ചെയ്യുമ്പോഴും ശരിക്കും അതിന് കൃത്യമായിട്ടുള്ളതായ കാര്യങ്ങൾ തിരിച്ചു ലഭിക്കാത്തത് കൊണ്ട് അനുസരിക്കുവാനായിട്ട് തോന്നാറില്ല പലപ്പോഴും. Why should I obey? Because nobody is bothered. Even though I obey, I'm not climbing some higher things in life. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ആലോചിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവം നമ്മൾ സുപ്രീം അതോറിറ്റിയാണ്. ഏറ്റവും സുപ്രീം അതോറിറ്റി നമ്പർ 1 ഈസ് ഗോഡ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും, നമ്മൾ പേരൻസ് വരും, നമ്മൾ ടീച്ചേഴ്സ് വരും, നമ്മൾ എൽഡേഴ്സ് ഇൻ ദ ചേർച്ച് വരും, നമ്മൾ പാസ്റ്റേഴ്സ് വരും, നമ്മൾ കൗൺസിലേഴ്സ് വരും, നമ്മൾ ഗോഡ് ഫിയറിംഗ് ആൻഡ് ഗോഡ്ലി പീപ്പിൾ ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് നിരവധി, ഇപ്പോൾ ബീയിങ് ദ പ്രിൻസിപ്പൽ ഓഫ് എ കോളേജ്, there will be time many parents will be coming to you and telling, say my child is not obedient, he is not doing things right. അങ്ങനെയുള്ള കുറെ കംപ്ലൈന്റ്സ് നമുക്ക് കേൾക്കാറുണ്ട്. പല യുവജനങ്ങളും തെറ്റായ വഴിയോട് നടന്നു പോകുന്നു, ഞങ്ങളെ കേൾക്കുന്നില്ല. അങ്ങനെയുള്ള കംപ്ലൈന്റ്സുകളൊക്കെ പല പാരന്റ്സ് വന്ന് പറയാറുണ്ട്. പ്ലെൻറ്റി ഓഫ് ദം. എനിക്ക് ശരിക്കും കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട് പേരൻസ്ക്ക് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്, സ്റ്റുഡൻസ്ക്കും കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു റീസൺ ഉണ്ടാവും എന്തിനാ അവർ ഒബേ ചെയ്യുന്നില്ല. വി നീഡ് ടു ഫോളോ അപ്പ് ഓൺ ദോസ് റീസൺസ് ബിക്കോസ് ഈച്ച് പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. എല്ലാവരും സ്ഥിതികൾ മാറിപ്പോയി പറഞ്ഞാൽ ഈച്ച് individual is different, each family background is different, the experience they go through is different. So there is some particular reason. ഞങ്ങൾ ഒരു യുവ അവിടെ നിൽക്കുന്നുണ്ട്, ശരിക്കും ബിഹൈൻഡ് ദാറ്റ് വൺ പേഴ്സൺ സോ മച്ച് ഇസ് there could be a lot of pain, there could be a lot of unfulfilled desires, there could be a lot of abuse, physical, mental, emotional, spiritual abuse. You don't know. അതായത് ഒരു യുവാവോ ഒരു യുവതിയോ അവരുടെ പാരന്റ്സിനെ അനുസരിക്കുന്നത്, അവരുടെ ടീച്ചേഴ്സിനെ അനുസരിക്കുന്നത്, അതുപോലെ അവരുടെ രാജ്യത്തെ നിയമങ്ങളെ അനുസരിക്കുന്നത്, ഇതൊക്കെയും ഒരു ക്യാരക്ടർ അവരിൽ ഫോം ചെയ്യുന്നു. Ultimately they will learn to obey the Lord. They have to submit. They have to make a choice. See, the same choice that was given to Adam and Eve in the Garden of Eden is with them even today. Even now, dear young people, you still have a choice. You can choose to obey the first person, the first and most supreme being, that is God, Jesus Christ, through His word. Read His word, start obeying His word, and see what miracles will happen in your life. That's exactly what happened to Joseph. Exactly. ജോസഫ് ദൈവത്തെ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ അനുസരിക്കുവാനായിട്ട് തീരുമാനിച്ചത് കൊണ്ട് he became the prime minister of a great country. ആൻഡ് പിന്നീട് നമ്മൾ കാണുമ്പോൾ നേരത്തെ തന്നെ ഉപേക്ഷിച്ച സഹോദരങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഹി ഈസ് ബിക്കമിങ് എ ഷെൽട്ടർ ഫോർ ഹിസ് ഓൺ പീപ്പിൾ. അപ്പൊ ദൈവത്തിന്റെ ഒരു നന്മ, അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നന്മകൾ എണ്ണിയാലും തീരത്തില്ല. അപ്പൊ ശരിക്കും ഇന്ന് നമ്മൾ കാണുന്ന യുവജനങ്ങൾ, ഇന്ന് ഇന്ത്യയുടെ നട്ടലായ യുവജനങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ശീലിച്ചാൽ ദൈവം യോസഫിനെ ഉയർത്തിയതുപോലെ തീർച്ചയായിട്ടും അവരെയും ഉയർത്തും. യോസഫ്, സോളമൻ, ലുക്ക് അറ്റ് സോളമൻ. സോളമൻ്റെ ചോയ്സ് എന്തുണ്ടായിരുന്നു? സോളമൻ എന്താ പറഞ്ഞു? എനിക്കിതൊക്കെ ഒന്നും വേണ്ട, വെൽത്ത്, പ്രോപ്പർട്ടി, അതൊക്കെ
വേൾഡ്ലി വേയിൽ ഞങ്ങൾ കാണുമ്പോൾ നല്ല കാർ വേണം, നല്ല വീട് വേണം, നല്ല സമ്പത്തി വേണം, ഇങ്ങനെ സ്റ്റാറ്റസ് വേണം, അതൊക്കെ വേൾഡ്ലി വ്യൂ ഓഫ് സക്സസ്. ബട്ട് സോളമൻസ് ചോയ്സ് കണ്ടോ, സോളമൻ ചോസ് വിസ്ഡം. If you have wisdom, you have everything else. തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ അത് സോളമന്റെ ചോയ്സ് ആണ്. See what a brilliant choice he made. And God knew that. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ചോയ്സ് ഇന്ന് ആരും തിരഞ്ഞെടുക്കത്തില്ല. ഇന്ന് പണം വേണം. അതാ പ്രശ്നം. ഷോർട്ട് സൈറ്റഡ് ആണ്. ഇത്ര വരെയുള്ളൂ നോക്കും മാത്രം. Not for the whole life, not for eternity. Actually, we as Christians, we are here, we are just passing through. ഒരു ജിം റീവ്സ് എന്ന പാട്ടുണ്ട്. This world is not my home. I'm just a guest here. I'm just passing through. So we don't look upon it like that. We think we are here permanently. നാളെ ഞങ്ങൾ സ്ട്രീറ്റ് മേലെ പോയി ഒരു എന്തോ ലോറിയോ ബസ്സോ തട്ടിയിട്ട് പോയാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഒരു ചോയ്സാണ്. ഞാൻ ഒബേ ചെയ്യും, ദൈവം എന്താ പറഞ്ഞു ഞാൻ സ്വീകരിക്കും, ദൈവൻ്റെ വാക്യം ഞാൻ പഠിക്കും, ഞാൻ നിർബന്ധിക്കും, ഐ വിൽ ഇംപ്ലിമെന്റ് ഇറ്റ് ഇൻ മൈ ലൈഫ്. അപ്പൊ ശരിക്കും ഇന്ന് പൊതുവെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പൊതുവെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഈ ഒരു അനുസരണത്തിന്റെ കുറവ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ജപ്പാനിലും കൊറിയയിലും ഒക്കെ they are very small countries comparing to India. പക്ഷേ അവരുടെ സക്സസ് റേറ്റ് is so high. അവരുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളരെ വലുതാണ്. കാരണം they are stick to their principles. അവര് അനുസരിക്കുവാനായിട്ട് വളരെ താല്പര്യമുള്ളവരാണ്. ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെങ്കിൽ അത് അവർ ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ യുവജനങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു മടങ്ങി വരാം. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് നമുക്ക് ഏവർക്കും വീണ്ടും മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോൾ നേരത്തെ നാം പറഞ്ഞു നിർത്തുകയുണ്ടായി, മറ്റ് ധാരാളം രാജ്യങ്ങളിൽ യുവജനങ്ങളാണ് ആ രാജ്യത്ത് നട്ടെല്ലായിട്ട് നിൽക്കുന്നത്. അവരുടെ സമ്പദ് വ്യവസ്ഥയെ വർദ്ധിപ്പിക്കാനൊക്കെയും യുവജനങ്ങളാണ്. ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ പൊതുവെ നാം പരിശോധിക്കുമ്പോൾ യുവജനങ്ങളാണ് എല്ലാത്തിനും വളരെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നെല്ലാ ഈ സൈറ്റുകളിലും മറ്റ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദൂത്, ഈ ഒരു പ്രത്യേകമായ കീ, സക്സസ്ഫുൾ കീ, അല്ലെങ്കിൽ ഈ ഒബീഡിയൻസ് എന്ന് പറയുന്ന ഈ താക്കോലിനെ കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഇന്ന് പൊതുവെ അനുസരിക്കുവാനായിട്ട് ആർക്കും പൊതുവെ താല്പര്യമില്ല. ഇന്ന് കോളേജുകളിൽ പോയാലും സ്കൂളുകളിൽ പോയാലും എവിടെ പോയാലും അവർ പൊതുവെ അനുസരണക്കേട് കാണിക്കുവാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു യുവജനത്തോട്, ഇങ്ങനെയുള്ള ഒരു യുവാവിനോടോ അല്ലെങ്കിൽ യുവതിയോടോ അനുസരിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട ബാധ്യത ഓരോ പ്രൊഫസർമാർക്കും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബീയിങ് എ സ്ലേവ്, ഒരു സ്ലേവ് ആയിട്ട് പിടിക്കപ്പെട്ടു പോയ ജോസഫ് അനുസരണം കൊണ്ട് മാത്രം അതെ. അപ്പൊ ശരിക്കും മറ്റുള്ളവർ എങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കലും അവർ നോക്കാൻ പാടില്ല. അപ്പൊ ഈ കോളേജിലായാലും ഇപ്പോൾ എല്ലാവരും വിചാരിക്കും, ഓക്കെ ഞാൻ ഓൺലി ഒരു സ്വീപ്പർ മാത്രമാണ്. വാട്ട് ഡിഫറൻസ് മേക്ക് ഇറ്റ്? അല്ല, ഇപ്പോൾ സ്വീപ്പർ ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, പ്രൊഫസർ ആയാലും ശരി, പാസ്റ്റർ ആയാലും ശരി, ആരായാലും ശരി, നമ്മുടെ ജോലി അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് മീ എനിക്ക് ചെയ്യണം. ആരും നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടില്ല അത് പോട്ടെ, ദൈവം നോക്കിയിട്ടുണ്ട് അത് മതി. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥാനം എവിടെ ആയാലും ശരി, ഇപ്പോൾ ഹോപ്പ് സ്റ്റുഡിയോയിലും ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ റോഡ് മേലെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ 7th Day ഹോസ്പിറ്റലിൽ ക്ലിനിക്കിലുണ്ട് ട്രീറ്റിംഗ് ദ പേഷ്യൻസ്, അല്ലെങ്കിൽ ഞാൻ കോളേജിലുണ്ട് ആസ് എ പ്രൊഫസർ, ആസ് എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ആസ് എ ടീച്ചർ, ആസ് എ കൗൺസിലർ. വാട്ട് എവർ ഐ ഡു, frankly I'll tell you, I try to do it to the best of my ability, not to please anybody. Okay. But because I am working for the Lord. അതായത് that is your success. That is, well, if you think I'm successful, that is, yeah.
I measure Because, my you know, success not at your by what age, other people say. Being the principal of a college, it is not an easy thing. Oh, you don't know my age, but it's okay. Yeah. പക്ഷേ എന്നാലും ഒരു വലിയൊരു കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവം കൊണ്ടുവന്ന് തന്നെയാകണം. Correct, definitely. I owe whatever I am today because I work, I do everything as unto the Lord. Because there are seniors than you in the college. Oh yeah, there are. But still, God has chosen you to be the principal of college. Yes. Okay. അതുപോലെ തീർച്ചയായിട്ടും പ്രായം doesn't matter. Prayam doesn't matter at all. Attitude matters. Okay. What is our attitude towards God? Are we respectful to God? He has said, honor your father and mother. Fifth commandment law. He doesn't say honor your father because your father is good, because he's your father. Honor your mother because your mother has treated you well, she has given birth to you. No. There are no conditions attached to that. Whether your father is good or bad, whether your mother is good or bad, we don't know. We have so many faulty parents also today. And the children are judgmental about their parents. I know so many children who do not like their parents. But even to those to whom you feel your parents are have not been good to you, Okay. because of whatever reason, your duty is to obey God and to honor them. Okay? You have to honor them. So when you honor them, automatically the blessing will come to you. And in fact, this particular commandment comes with a blessing. Okay. Fifth Honor your commandment. father and your mother, that your days may be long upon this earth. Okay. അപ്പൊ പ്രിയപ്പെട്ട അത് അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ഇവിടെ പഠിച്ചത് പ്രധാനമായിട്ടും അനുസരിക്കുവാനായിട്ട് നമ്മെ ദൈവം വിളിക്കുകയാണ്. നമ്മെ അപ്രകാരം ഒരു വിളി നമുക്ക് നൽകുന്നത് ദൈവം നമ്മെ ഉന്നതികളിലേക്ക് ഉയർത്തുവാനായിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ നിമിഷം വരെയും പല കാര്യങ്ങളിലും അനുസരണക്കേട് കാണിക്കുന്നവരാണ് എങ്കിൽ ഇന്ന് മുതൽ, ഈ ദിവസം മുതൽ അനുസരിക്കുവാനായിട്ട് നിങ്ങൾ ആരംഭിക്കുക. എന്തൊക്കെയാണ് അനുസരിക്കുന്നതായ ടിപ്സ്? ടിപ്സ് To begin with. നമ്മൾക്ക് ആക്ച്വലി ഇനി അടുത്ത എപ്പിസോഡ്സ് വരുന്നുണ്ട്, കുറേ ഉണ്ട്. A lot of these tips are in those also, but first of all, I think അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്നവർ ഈ ഗോൾഡൻ കീസ്, ഓരോ കീസും എന്താണെന്ന് തീർച്ചയായിട്ടും അറിയണം. അറിയണം. If you want to be successful in life, if you want to be prosperous, if you want to be successful, if you want to stand out among the crowd and be noticed, you have to obey. Okay. That അതായത് is the first one. And please watch the other programs also, is what I would like to tell all young people, because I think you will find it interesting and very practical, and you will learn many things that will be useful for your life. Okay. To begin with, start obeying from today. Start obeying from today. Take life one day at a time. Decide that today, from morning till evening, I'm going to do what I need to do to be obedient. Either to my parents, or to my elders in the family, or in the church, or people in government authority, you know, or my boss if I'm working somewhere, or the rules of the organization where I work. Wherever you are, try and be obedient to the system that is around you. So they will see some difference in you Yes. when you start obeying. Yes, because all these systems also have been put in place by the Lord. Okay. He has put authority, even though they are not of the faith. You might have an unbelieving boss, or you might have a boss from a different religion, but still you need to obey him, because what happens is God has placed him above you. അപ്പോൾ തീർച്ചയായിട്ടും ഈ നിമിഷം മുതൽ ഇത് കാണുന്ന, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ യുവജനങ്ങളും അവരുടെ ഏത് ഇതിലായാലും, വീട്ടിലാണെങ്കിലും കോളേജിലാണെങ്കിലും അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും, അവർക്ക് നൽകപ്പെടുന്നതായ ആ റൂളുകൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അവരനുസരിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ജോസഫിനെ പോലെ, Yes. മോശയെ പോലെ, ഡാനിയലിനെ പോലെ, എബ്രഹാമിനെ പോലെ അവരനുസരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മകളെ കുറിച്ച് let them write to us. Yes. And taste and see how the Lord is good. Yes. അനുസരിക്കുമ്പോൾ ദൈവം എത്ര നല്ലവനാണ് എന്ന് നമ്മുടെ യുവജനങ്ങൾ തിരിച്ചറിയട്ടെ. നാളെ അവർക്ക് പറയുവാൻ സാധിക്കട്ടെ, ഞാൻ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട്, ഈ പ്രോഗ്രാം കണ്ടു, ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി അനുസരിക്കാൻ ആരംഭിച്ചതിലൂടെ ദൈവം എന്നെ ഉയർത്തി എന്ന് let them write to us and say, so that we will be more happy, we will be more encouraged to do better programs. ഓക്കെ, അപ്രകാരം ആയിരിക്കുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഒരു പക്ഷേ ഈ നിമിഷം വരെയും നിങ്ങൾ പലരും അനുസരണക്കേട് കാണിക്കുന്നവരായിരിക്കാം. ഹാവ് എ ചേഞ്ച് ഇൻ യുവർ ലൈഫ് ഫ്രം ടുഡേ. ഇന്ന് മുതൽ ഒരു ചേഞ്ചിന്, ഒരു മാറ്റം നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറായാൽ മറ്റുള്ളവർ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുവാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. Exactly. So my dear young people, I want to counsel you one thing. Just take one day at a time, make it a point, choose. You have a choice. Choose to obey from morning till evening, wherever you are, whoever is above you.
and you will see the blessings of God just opening up and pouring on you. Yeah, we thank you so much, ma'am, for sharing Thank you. inspiring things and inspiring our young people to obey. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഇന്ന് മുതൽ നിങ്ങൾ അനുസരിക്കുവാനായിട്ട് ആരംഭിക്കുക. ദൈവം നിങ്ങളെ ഉയർത്തും.